ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് യുവ സംവിധായക നയന സൂര്യയുടെ ദുരൂഹമരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ പോവുകയാണ്. തീരുമാനം വന്നിരിക്കുന്നു. അനന്തകൃഷ്ണൻ നൽകിയ വിവരങ്ങൾ. അനന്തൻ, പോലീസിന്റെ പരിശോധനയിൽ ദുരൂഹതയ്ക്കുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഇപ്പോൾ പ്രത്യേക ടീമിനെ നിയോഗിക്കുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു. അന്വേഷണ ചുമതല ആർക്കാണ്? മറ്റ് വിശദാംശങ്ങൾ. പ്രജീഷ്, നയനയുടെ മരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നയനയുടെ മരണം സംബന്ധിച്ച ഇനിയുള്ള അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറി. അല്പസമയം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്തത്. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന്റെ തീരുമാനപ്രകാരമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിലേക്ക് ഈ കേസ് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ പ്രാഥമികമായ പരിശോധനകൾ നടത്തി. പ്രത്യേക സംഘമാണ് പരിശോധനകൾ നടത്തിയത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജുവിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രാഥമികമായ അന്വേഷണം. ആ അന്വേഷണത്തിൽ നയനയുടെ മരണം ഒരു കൊലപാതകമാണെന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിശദമായ അന്വേഷണത്തിന് വേണ്ടി സംസ്ഥാന ക്രൈംബ്രാഞ്ചിലേക്ക് കേസ് വിട്ടിരിക്കുന്നത്. ഇനി ഈ കേസ് ഏത് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് അന്വേഷിക്കേണ്ടത് എന്നതടക്കമുള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടേണ്ടത് എന്നതൊക്കെയുള്ള തീരുമാനങ്ങൾ പിന്നാലെ വരും. അത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് ക്രൈംബ്രാഞ്ച് മേധാവിയാണ്. അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഉടൻ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവാണ് ഇപ്പോൾ നയന കേസിൽ ഉണ്ടായിരിക്കുന്നത്. ഈ മാതൃഭൂമി വാർത്തയെ തുടർന്നാണ് ഈ കേസ് വീണ്ടും ജീവൻ വെച്ചത്. 3 വർഷം മുമ്പ് മ്യൂസിയം പോലീസ് തെളിവില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച കേസാണ് യുവ സംവിധായിക നയനയുടെ മരണം. കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രത്തിലാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ അടക്കം ഈ മരണം ഒരു കൊലപാതകമാണെന്ന സംശയം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള വാർത്ത പുറത്തുവിട്ടത്. അതിൽ ഈ നയനയുടെ മരണം സംഭവിച്ചത് കഴുത്ത് ഞെരിഞ്ഞാണ് എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ അടക്കം മാതൃഭൂമി പുറത്തുവിട്ടിരുന്നു. ഇതേ തുടർന്ന് ഇത് വലിയ ചർച്ചയാവുകയും ഈ കേസ് അതിൻ്റെ പരിശോധനകൾക്കായി പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു. ആ പ്രത്യേക സംഘം ഈ കേസ് റീഓപ്പൺ ചെയ്ത് വിശദമായ അന്വേഷണം നടത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അതുപോലെ തന്നെ ഫോറൻസിക് റിപ്പോർട്ട് അടക്കം വിദഗ്ധരുമായി ചർച്ച ചെയ്തു. നയന മരിച്ചു കിടന്ന മുറിയിൽ നേരിട്ട് അന്വേഷണ സംഘം എത്തി അവിടുത്തെ സാധ്യതകൾ പരിശോധിച്ചു. അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഈ പ്രാഥമിക പരിശോധനയുടെ ഏറ്റവും ഒടുവിൽ പ്രത്യേക സംഘം എത്തിയ നിഗമനം ഇതൊരു കൊലപാതകം ആവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നാണ്. പ്രത്യേകിച്ച് നയനയുടെ മുറിക്ക് അത്ര സുരക്ഷിതമല്ലാത്ത സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ആർക്ക് വേണമെങ്കിലും ഈ മുറി പുറത്തുനിന്ന് പൂട്ടിയാലും അകത്ത് കടക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. അങ്ങനെ വിവിധ സാധ്യതകൾ അന്വേഷണ സംഘം പരിശോധിച്ചപ്പോൾ ഒരു കൊലപാതകത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ട് എന്നുള്ള വിലയിരുത്തലാണ് എത്തിയത്. ഈ അന്വേഷണം നടത്തിയിരുന്ന പ്രത്യേക സംഘം റിപ്പോർട്ട് നാളെ കൊടുക്കാനിരിക്കെയാണ് ഇപ്പോൾ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ട് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രജീഷ്, അനന്തന്റെ ഈ ഫോറൻസിക്കിന്റെ കണ്ടെത്തലുകളൊക്കെ തന്നെ നയനയുടെ സുഹൃത്തുക്കളൊക്കെ തള്ളിയിരുന്നു. മാത്രമല്ല അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ നേരത്തെ അനന്തൻ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ആ പ്രത്യേക സംഘമൊക്കെ പരിശോധന നടത്തിയതിനു ശേഷം കാര്യമായി എന്തോ ദുരൂഹതകൾ ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ചിലേക്ക് കേസ് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലേക്കായിരിക്കും പ്രാഥമികമായും പിന്നീടും ഒക്കെ പരിശോധന വേണ്ടിവരിക? ചോദ്യം ചെയ്യലടക്കം ഇനിയുള്ള മറ്റ് തെളിവുകൾ, പഴയ തെളിവുകളൊക്കെ തന്നെ പൊടിതട്ടി പരിശോധിക്കണം. അങ്ങനെ വലിയൊരു ചലഞ്ചാണോ ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ളത്? പ്രജീഷ്, വലിയ വെല്ലുവിളിയാണ് ഈ കേസ് ഇനി അന്വേഷിക്കുക. കാരണം 3 വർഷം മുമ്പ് സംഭവിച്ച മരണമാണ്. 2019 ഫെബ്രുവരി 24-നാണ് തിരുവനന്തപുരം ആൽത്തറ ജംഗ്ഷനിലെ വാടക വീടിനുള്ളിൽ യുവ സംവിധായിക നയന സൂര്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നയന ലെനിൻ രാജേന്ദ്രൻ്റെ സഹസംവിധായികയായിരുന്നു. ലെനിൻ രാജേന്ദ്രൻ്റെ മരണത്തിന് ശേഷം നയന വലിയ തോതിൽ വിഷാദം അനുഭവിച്ചിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനകമാണ് നയന സ്വന്തം വാടക വീട്ടിലെ മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. അന്ന് സുഹൃത്തുക്കൾ ഫോൺ വിളിച്ചപ്പോൾ എടുക്കാഞ്ഞതിനെ തുടർന്ന് സുഹൃത്തുക്കൾ നേരിട്ടെത്തി വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ അത് അകത്തു നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. പിന്നീട് വീട്ടുടമസ്ഥൻ്റെ കയ്യിൽ നിന്ന് താക്കോൽ വാങ്ങി ആ മുറി തുറന്നാണ് അകത്ത് കയറിയത്. അപ്പോൾ നയന കിടക്കുന്ന മുറിയും അടഞ്ഞു കിടക്കുകയായിരുന്നു എന്നാണ് അന്ന് സുഹൃത്തുക്കൾ പറഞ്ഞത്. പിന്നീട് തള്ളി തുറന്ന് അകത്ത് കയറുമ്പോഴാണ് നിലത്ത് പാവിരിച്ച് ഉറങ്ങുന്ന രീതിയിൽ നയന കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഏതാണ്ട് മരണം സംഭവിച്ചിട്ട് 7 മണിക്കൂറായെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. അന്ന് ആദ്യം കരുതിയിരുന്നത് ഇത് ആത്മഹത്യയാണ് എന്നായിരുന്നു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അത് ഷുഗർ ലെവൽ കുറഞ്ഞ് പരസഹായമില്ലാതെ കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് അന്ന് എത്തിയത്. പിന്നീട് തെളിവില്ല എന്ന് പറഞ്ഞ് ഈ കേസ് അവസാനിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അന്ന് പോലീസ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പരിഗണിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറം ലോകം കണ്ടിരുന്നില്ല. തുടർന്ന് ഫോറൻസിക് പരിശോധന നടത്തിയിരുന്നു. ആ റിപ്പോർട്ടും പുറം ലോകം കണ്ടിരുന്നില്ല. കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിലാണ് ഇത് സംബന്ധിച്ച് വാർത്ത വന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിവരങ്ങൾ നൽകിയത്. യുവ സംവിധായിക നയന സൂര്യയുടെ ദുരൂഹ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും.